ഹായ് മലയാളീസ്, നമസ്കാരം. നമ്മളിന്ന് നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ സമുന്നതനായ ഉയർന്ന നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആരോപണങ്ങളുടെ ഒരു വിശകലനമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും വാസ്തവങ്ങളുണ്ടോ, യാഥാർത്ഥ്യങ്ങളുണ്ടോ, അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇത് മുൻ സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് മുകുന്ദ് നരവനെയുടെ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ഇതുവരെ പ്രകാശനം കഴിഞ്ഞിട്ടില്ല, അതായത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ആ പോസ്റ്റിലിരിക്കുന്ന, അത് മുൻ വലിയൊരു സൈനിക ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിരുന്നിരുന്ന ഒരാൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരു പുസ്തകം ആയിട്ട് എഴുതുമ്പോൾ നമ്മളതിന് അനുമതി കൊടുക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് അങ്ങനെ നിൽക്കുകയാണ്, അനുമതി കൊടുത്തിട്ടില്ല. ആ അനുമതി കൊടുക്കാത്ത പുസ്തകത്തിനാണ് ഇദ്ദേഹം ലോകസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാനായിട്ട് തയ്യാറെടുത്തത്. ലോകസഭയിൽ അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് റെക്കോർഡഡാണ്. കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകസഭയിൽ പ്രസംഗിച്ചതെല്ലാം അതിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ലോകസഭയിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യാത്ത ഒരു പുസ്തകത്തിനെ അവിടെ അവതരിപ്പിക്കരുത് എന്നുള്ളത് രാജ്നാഥ് സിംഗ് എണീറ്റ് നിന്നിട്ട് തടസ്സം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് UPA, അതായത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യമായ ചൈനയുടെ അതിർത്തിയിലും ഇന്ത്യയുടെ അതിർത്തിയിലുമായി ഗാൽവാൻ താഴ്വരയിൽ അവിടെ സൈനികമായിട്ടുള്ള ഒരു നിയമമുണ്ട്. അത് കരാർ ചെയ്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ആ കരാർ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ പെട്രോളിങ് നടത്തുന്നതോ അല്ലെങ്കിൽ അവിടെ പാറാവ് നിൽക്കുന്നതോ ആയിട്ടുള്ള സൈനികർക്ക് ഒരു കാരണവശാലും തോക്കോ മറ്റുള്ള ആയുധങ്ങളോ ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. അതാണ് കരാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ സൈനികർക്കൊന്നും അവിടെ ഒരു പ്രത്യേക ഒരു മേഖലയാണ് അതങ്ങനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ചൈനീസ് കടന്നുകയറ്റം വരികയാണ് എന്നുള്ളതാണ് അവിടെയുള്ള ആരോപണം. അവിടെ ചൈനീസ് കടന്നുകയറ്റത്തിനുള്ള സൂചന മിലിറ്ററിക്ക് കിട്ടിയപ്പോൾ, അത് സേനാ മേധാവിക്ക് കിട്ടിയപ്പോൾ, അത് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിക്ക് കൈമാറുകയാണ്. ഇങ്ങനെ ചൈന ആക്രമിക്കാൻ വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർഡർ കിട്ടാൻ വേണ്ടി വിളിച്ചു ചോദിക്കുമ്പോൾ അത് ഒരു കാരണവശാലും നമ്മളതിന് കുറ്റം പറയാൻ പറ്റില്ല. അത് ഓർഡർ കിട്ടിയിട്ട് തന്നെയാണ്, മിനിസ്ട്രി ലെവലിൽ കിട്ടിയിട്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാജ്നാഥ് സിംഗ് അത് ആലോചിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വെക്കുകയും 2 മണിക്കൂറിന് ശേഷം തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം സൈനികരോട് നിങ്ങൾക്ക് ഉചിതമായ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളത് ഓർഡർ കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൽ യാതൊരു അപാകതയും തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നും ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ മോദിജി ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിരീക്ഷിച്ച്, അത്രയും സമയമെടുത്ത് അതിനെ നിരീക്ഷിച്ച് ഓരോ ലൊക്കേഷനും മാർക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയതിന് ശേഷം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അതുപോലെ തന്നെ ഇത് 2 മണിക്കൂർ സമയമെടുത്തു എന്നുള്ളതാണ് അവിടെ പറയുന്ന കുറ്റം എന്നുണ്ടെങ്കിൽ, അത് ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലയായതുകൊണ്ട് അവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അത് കൂടി ആലോചിച്ചതിന് ശേഷം അവർക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. അത് പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ടുള്ള ഓർഡറാണ് കൊടുത്തത്. ഏത് രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഏതൊരാളും ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ ഒരു തെറ്റും അവിടെ കാണുന്നില്ല. ഇതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ഉന്നങ്ങൾ കാര്യമില്ല.